Morning. Today I would like to presenting another topic under planning decision making. Decision making is an important functions of a management. In organizations, the manager has to take different decisions like decisions relating to finance, decision relating to productions or etc. The success or failure of a business organizations is more depending on decision making of a manager. It is an ability of a manager is a judging on the basis of decision has made. It is one of the most difficult tasks faced by the manager. He want to take several decisions in management of business, which may be minor or major. Decision making involves selection of best course of an action from number of alternatives. So decisions is act of determines in one's mind upon opinion or course of action. ഒരു ഓർഗനൈസേഷനിലെ സക്സസ്സും ഫെയിലിയറും ഏറെക്കുറെ നിശ്ചയിക്കുന്നത് മാനേജറുടെ ഡിസിഷൻ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ മാനേജർ നല്ല ഡിസിഷൻസ് ആണ് ടൈമിൽ ഡിസിഷൻസ് ആണ് എടുക്കുന്നതെങ്കിൽ ഓർഗനൈസേഷനിൽ നല്ലൊരു റിസൾട്ട് കിട്ടും. ബാഡ് ഡിസിഷൻസ് ആണെങ്കിൽ ഇറ്റ് ഈസ് ലീഡ് ടു ഫെയിലിയർ ഓഫ് എ ബിസിനസ് ഓർഗനൈസേഷൻ. അപ്പോൾ മാനേജർ ഹാസ് ടു ടേക്ക് ഡിഫറെൻറ്റ് ഡിസിഷൻസ്. What is to produced, how to produce it, when to produce it, who's to produce it, or etc. Different decisions has to be taken by a manager in an organization. Decision making simply means selecting best alternative from number of alternatives. For example, ഒരു ന്യൂ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ പോവുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ന്യൂ പ്രോഡക്റ്റ് ഒരു മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഡിസിഷൻസ് എടുക്കുന്നതെങ്കിൽ അതിലൊരുപാട് ആൾട്ടർനേറ്റീവ്സുകളുണ്ട്. അതായത് എപ്പോൾ അല്ലെങ്കിൽ ഏത് ടാർഗറ്റിംഗ് കൺസ്യൂമേഴ്സ് ആരായിരിക്കണം, അല്ലെങ്കിൽ ഏത് ഭാഗത്താണ് നമ്മൾ ആ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ അത് ഒരു ഉദാഹരണമായിട്ട് ഇപ്പോൾ കോഴിക്കോട് റീജിയൻ ഉണ്ട്, അല്ലെങ്കിൽ കണ്ണൂർ അല്ലെങ്കിൽ തൃശ്ശൂർ റീജിയൻ ഉണ്ട്. അപ്പോൾ എവിടെയാണ് ആ പ്രോഡക്റ്റ് കൂടുതലായിട്ട് ഡിമാൻഡ് ഉള്ളതെന്ന്. അപ്പോൾ ഒരുപാട് ആൾട്ടർനേറ്റീവ്സുകൾ ഉണ്ടാവാം. അപ്പോൾ കോഴിക്കോട് ലോഞ്ച് ചെയ്യാൻ ഒരു ആൾട്ടർനേറ്റീവ്സ് ആണ്, അതുപോലെ കണ്ണൂർ ഒരു ആൾട്ടർനേറ്റീവ്സ് ആണ്, അതുപോലെ തന്നെയാണ് തൃശ്ശൂർ ഒരു ആൾട്ടർനേറ്റീവ്സ് ആണ്. അപ്പോൾ എവിടെയാണ് ലോഞ്ച് ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനമെടുക്കുക. അപ്പം ഡിഫറെൻ്റ് ആൾട്ടർനേറ്റീവ്സിൽ നിന്ന് ഒരു ആൾട്ടർനേറ്റീവ് ബെസ്റ്റ് ആൾട്ടർനേറ്റീവ്സ് ചൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ കോഴിക്കോടാണെങ്കിൽ ഒരു പ്രോഡക്റ്റിന് കൂടുതൽ ഡിമാൻഡ് കോഴിക്കോടാണെങ്കിൽ കോഴിക്കോട് നമ്മൾ ദ മാനേജർ ഹാസ് ടു ടേക്ക് ദ കാലിക്കറ്റ് ഫോർ ഇൻട്രൊഡ്യൂസിങ് ന്യൂ പ്രോഡക്റ്റ് ഓർ ന്യൂ ബിസിനസ്. അപ്പോൾ അവിടുത്തെ ഡിമാൻഡ് അവിടെ കൂടുതലായിരിക്കാം, അല്ലെങ്കിൽ കണ്ണൂർ കുറവായിരിക്കാം, അല്ലെങ്കിൽ തൃശ്ശൂർ കുറവായിരിക്കാം. കോഴിക്കോടാണ് ഒരു കുറച്ചും കൂടി മെച്ചമെങ്കിൽ, അല്ലെങ്കിൽ കൂടുതൽ മറ്റുള്ള ജില്ലകളായിട്ട് അപേക്ഷിച്ച് കൂടുതൽ കസ്റ്റമേഴ്സോ അല്ലെങ്കിൽ ഡിമാൻഡ് ഉള്ളതെങ്കിൽ അവിടെ നമ്മൾ പ്രോഡക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ബിസിനസ് ലോഞ്ച് ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പോൾ ആ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ഓരോ മാനേജറുടെ കഴിവാണ്. അത് ഒരുപാട് ആൾട്ടർനേറ്റീവ്സിൽ നിന്ന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ആൾട്ടർനേറ്റീവ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർഗനൈസേഷൻ്റെ ഭാവി അല്ലെങ്കിൽ ഫ്യൂച്ചർ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഇതെല്ലാം മാനേജറുടെ ഡിസിഷനായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ കറക്റ്റ്ലി ഡിസിഷൻസ് എടുത്തു കഴിഞ്ഞാൽ നല്ല ഡിസിഷനാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് ഈസ് എൻ എബിലിറ്റി ഓഫ് എ മാനേജർ ടു ടേക്ക് correct decisions. The decision making is simply means selecting of best course of action from number of an alternative. Decision making may be defined as is the selection based on some criteria from two or more possible alternatives. ജോർജ് ആർ ടെറി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ഡിസിഷൻ മേക്കിംഗ് ഈസ് ദ decision making is the selection based on some criteria from two or more possible alternative എന്നതാണ് ജോർജ് ആർ ടെറിയുടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഡിസിഷൻ മേക്കിങ്ങിനെ.
Let's see what are the features of decision making. Decision making is a selection process. It is second, it is continuous process. It is kind of intellectual activities. So every decision affects the past and present and future, and decisions are the tool of management. Decisions have wide range, long term and lasting effect. Long term decisions, it may be long term decisions or short term decisions. So it is implies choice, choosing from among two or more alternative course of an action. This is a decision making. Okay. Next we are going to discussing the decision making process. There are 6 steps involved in decision making. Let us see one by one. First, identify and define the problems. Second, seek the facts. Third, determination of alternatives. 4, evaluating in the alternatives. 5, selecting the best alternatives. Last, implementation of the decision. First, identify and define the problems. Here the manager has to identify what is the problem of organization. The problem is identified and defined and half of the decision making process. After identifying the problem, it should be well defined. For this purpose, all possible information related to the problem is to be collected from the various sources. Here decision making in the first process step ഐഡൻറ്റിഫൈ ചെയ്യുക പ്രോബ്ലത്തെ തിരിച്ചറിയുക, പ്രോബ്ലം എന്താണെന്ന് അറിയുക, പ്രോബ്ലം എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം അത് ഡിഫൈൻ ചെയ്യുക. എന്താണ് ആ പ്രോബ്ലം എന്നുള്ളത് നമ്മൾ ക്ലിയർലി ഡിഫൈൻ ചെയ്യുക. അപ്പോൾ ഈ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ പിന്നെ ആൾ പോസിബിൾ ഇൻഫോർമേഷൻസ് റിലേറ്റഡ് ടു ദ പ്രോബ്ലത്തെക്കുറിച്ചിട്ടുള്ള എല്ലാ ഇൻഫോർമേഷനും വി ഹാവ് ടു കളക്ടിങ് ഫ്രം ദ ഡിഫറെൻറ്റ് സോഴ്സസ്. ഒരുപാട് സോഴ്സസ് നിന്ന്, ഒരുപാട് ഉറവിടത്തിൽ നിന്ന് അല്ലെങ്കിൽ സോഴ്സസിൽ നിന്നും നമ്മൾ വി ഹാവ് ടു കളക്ട് ദ various informations related to the problems which are already defined, which are already identified. That's the first steps in decision making process. After next, seek the fact. After problem identified, next steps is seek the facts. After problem identifications, the manager should search and collect relevant information bearing on the problem. Some information may be readily available, and further information may have to be generated from internal and external sources. This is the second steps in a decision making process. Here the manager has to collect the different information from different sources. Some informations are readily available, some informations we have to generate it from internal and external sources. ചില ഇൻഫോർമേഷൻ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. മറ്റു ചില ഇൻഫോർമേഷൻസ് നമ്മൾ ഇൻറ്റേർണലായിട്ടോ അല്ലെങ്കിൽ എക്സ്റ്റേണലായിട്ടോ നമ്മൾ ജനറേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പ്രോബ്ലം കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്സ് എന്ന് പറയുന്നത് സീക്ക് ദ ഫാക്ട്സ്. അപ്പോൾ സീക്ക് ദ ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ അന്വേഷിക്കുക, ഫാക്റ്റ് കണ്ടെത്തുക, അല്ലെങ്കിൽ അതിനുള്ള ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുക. അപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാനേജർ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിനെക്കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ് ഡിഫറെൻറ്റ് സോഴ്സസ് നമ്മൾ കളക്ട് ചെയ്യുന്നു. പല ഇൻഫോർമേഷൻസിലും മോസ്റ്റ് ഓഫ് ദി ഇൻഫോർമേഷൻസ് റെഡിലി അവൈലബിൾ ഇൻ ദ ഓർഗനൈസേഷൻ, ബട്ട് സം ഇൻഫോർമേഷൻസ് may not have been generated from internal and external sources. Next, determination of an alternatives. After defined and collect a wide range of informations, the next steps to determine the available alternatives course of an actions that have been to solve the problems. By selecting in the alternatives, the different points are kept in mind in the manager. One, only realistic and variable alternative are to be considered. Second, time and cost constraints are to be made into consideration. The third step, after problem identify ചെയ്യുകയും
അതിന് ഐഡൻറ്റിഫൈ ചെയ്ത പ്രോബ്ലത്തെ ഡിഫൈൻ ചെയ്തു, അതിനെക്കുറിച്ചിട്ടുള്ള ആ പ്രോബ്ലത്തെക്കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻ കളക്ട് ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ആൾട്ടർനേറ്റീവ്സ് ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആൾട്ടർനേറ്റീവ്സ് ഒന്നിന് പകരം മറ്റൊന്നായിട്ട് നമുക്ക് ഒരുപാട് ആൾട്ടർനേറ്റീവ്സുകൾ ഉണ്ടാവാം. അപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ചിലപ്പോൾ കോഴിക്കോട് ലോഞ്ച് ചെയ്യാം, തൃശ്ശൂർ അല്ലെങ്കിൽ കണ്ണൂർ ഏരിയയിൽ. അപ്പോൾ എവിടെയാണോ ആ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യേണ്ടത് എന്നുള്ളത്, അപ്പോൾ അതിന് ഡിഫറെൻറ്റ് ആൾട്ടർനേറ്റീവ്സുകളുണ്ട് നമ്മളെ കയ്യിൽ. അപ്പോൾ അതാണ് കോഴിക്കോട് ഒന്ന്, തൃശ്ശൂർ ഒന്ന്, കണ്ണൂർ എന്നുള്ളത്. അപ്പോൾ ആ ആൾട്ടർനേറ്റീവ്സ് ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ നമ്മൾ ആൾട്ടർനേറ്റീവ് ഡിറ്റർമിൻ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന്, ഒന്ന് റിയലിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഏരിയാസ് ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് നമ്മുടെ എക്സാമ്പിളിൽ. മറ്റൊന്ന് പറഞ്ഞാൽ ടൈം ആൻഡ് കോസ്റ്റ് കൺസ്ട്രെയിൻസ്. കോസ്റ്റ് കൺസ്ട്രെയിൻസ് ആണ് നമ്മൾ മറ്റൊരു ഘടകം ഈ ഡിറ്റർമിനേഷൻ ഓഫ് ആൾട്ടർനേറ്റീവ്സ് എന്ന് പറയുന്നത്. അതൊരു എക്സാമ്പിൾ എന്ന് പറയാം, നമ്മൾ പുതിയതായിട്ടുള്ളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എവിടെയാണ് ആ ബിസിനസ് ലോഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങേണ്ടത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ നമ്മളെ ചിന്താഗതിയിൽ ഇപ്പോൾ സ്റ്റേറ്റ് കേരള സ്റ്റേറ്റ് ഉണ്ട്, അതുപോലെ കർണാടക, തമിഴ്നാട്. അപ്പോൾ എവിടെയാണ് നമ്മൾ ആ ഒരു ബിസിനസ്സാണ് നമ്മളെ കയ്യിലുള്ളത്. അപ്പോൾ ഈ 3 ആൾട്ടർനേറ്റീവ്സ് ആണ് നമ്മളെ മുന്നിലുള്ളത്. അപ്പോൾ ഈ ആൾട്ടർനേറ്റീവ്സ് എല്ലാം നമ്മൾ ഡിറ്റർമിൻ ചെയ്യുമ്പോൾ അതിന് ടൈം നമ്മൾ കൺസിഡർ ചെയ്യണം, കോസ്റ്റ് കൺസിഡർ ചെയ്യണം. എല്ലാ ആൾട്ടർനേറ്റീവ്സും സൂട്ടബിൾ ആവണമെന്നില്ല. ഫോർ എക്സാമ്പിൾ നമുക്ക് ആവശ്യമുള്ള ലേബേഴ്സ് നമ്മൾ തമിഴ്നാട്ടിൽ കിട്ടണമെന്നുണ്ടാവില്ല, സ്കിൽഡ് ലേബേഴ്സിന്, അല്ലെങ്കിൽ ആന്ധ്രയിൽ അല്ലെങ്കിൽ കർണാടകയിൽ കിട്ടുന്നില്ല, അല്ലെങ്കിൽ കേരളത്തിൽ കിട്ടുന്നില്ല. അപ്പോൾ എവിടെയാണ് നമുക്ക് സൂട്ടബിൾ എന്നുള്ളത് അത് ആ ആൾട്ടർനേറ്റീവ്സ് നമ്മൾ ആദ്യം ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതാണ് ഈ ഡിറ്റർമിനേഷൻ ഓഫ് ആൻ ആൾട്ടർനേറ്റീവ്സിൽ പറയാനുള്ളത്. Next, evaluating the alternatives. Evaluation means the alternative course of an action to be screened, analyzed and evaluated in terms of their likely outcomes. Evaluation is done against a set of criteria and alternatives are ranked in order of their soundness. Some of the standard of criteria are element of risk, economy of effort, availability of resources, etc. In previous example, നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്, പുതിയൊരു ഹോട്ടൽ ബിസിനസ് ആണെന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ അതിന് നമ്മൾ 3 ആൾട്ടർനേറ്റീവ്സ് ആണ് ഉള്ളത്. ഒന്ന് നമുക്ക് കർണാടകയുണ്ട്, അതുപോലെ തമിഴ്നാടുണ്ട്, അതുപോലെ തന്നെ കേരളയുണ്ട്. അപ്പോൾ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക, അതായത് നമ്മൾ എവിടെയാണ് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം തമിഴ്നാടാണെങ്കിൽ സ്കിൽഡ് ലേബേഴ്സ് അല്ലെങ്കിൽ ചീപ്പ് റേറ്റിന് ആളുകളെ കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം കമ്പയർ ടു കേരള തമിഴ്നാടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലേബർ കോസ്റ്റ് കുറവാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത് ലേബർ കോസ്റ്റ് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് തമിഴ്നാട് കൊടുക്കുന്നു. രണ്ടാമത്തേത് എന്ന് പറയുന്നത് ആന്ധ്ര കൊടുക്കുന്നു, അല്ലെങ്കിൽ മൂന്നാമത്തേത് കേരളം കൊടുക്കുന്നു എന്ന് വിചാരിക്കുക, അസ്യൂം ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക, റാങ്ക് കൊടുക്കുക, എവിടെയാണ് ഫസ്റ്റ് റാങ്ക് നമ്മൾ തമിഴ്നാട് കൊടുത്തു, സെക്കൻഡ് ആന്ധ്ര കൊടുത്തു, തേർഡ് നമ്മൾ കേരളം കൊടുത്തു എന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ ഇത് എങ്ങനെയാണ് സം സ്റ്റാൻഡേർഡ് ഒരു ക്രൈറ്റീരിയ ഉണ്ട് ഇത് ഇവാലുവേറ്റ് ചെയ്യാൻ. അതാണ് ഒന്നാമത്തേത് എലമെൻറ്റ് ഓഫ് റിസ്ക്, രണ്ടാമത്തേത് എക്കോണമി ഓഫ് എഫേർട്ട്, അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ് എന്ന് പറയുന്നത്. അപ്പം തമിഴ്നാട് ഒരു എക്സാമ്പിൾ തന്നെ പച്ചക്കറിക്കൊക്കെ വില കുറവായിരിക്കാം, അവിടെ നിന്നാണല്ലോ കേരളത്തിലേക്ക് പച്ചക്കറി വരുന്നത്. അപ്പോൾ അത് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കുറച്ച് എക്കോണമി ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് അവിടെ കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക ഫസ്റ്റ് തമിഴ്നാട്, ആ രീതിയിൽ നമ്മൾ സെക്കൻഡ് ആന്ധ്ര, തേർഡ് കേരള, ആ രീതിയിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുകയാണ് ആൾട്ടർനേറ്റീവ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ് ആണ് സെലക്ട് ദ ബെസ്റ്റ് ആൾട്ടർനേറ്റീവ്. ദ ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് ഈസ് ടു ബി സെലക്ടഡ് ഫ്രം നമ്പർ ഓഫ് ആൾട്ടർനേറ്റീവ്. The selected course of action must be most rational to solve the problems. അപ്പോൾ ഈ നമ്മൾ സെലക്ട് ചെയ്യുന്ന ആൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് നമ്മൾ പ്രോബ്ലത്തെ സോൾവ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് നമ്മളെ കഴിഞ്ഞ പ്രീവിയസ് എക്സാമ്പിളിൽ നമ്മൾ സെലക്ട് ചെയ്തത് തമിഴ്നാടാണെങ്കിൽ അവിടെയാണ് ഏറ്റവും ബെസ്റ്റ് കാരണം അവിടെ ചീപ്പ് കോസ്റ്റാണ്, ലേബേഴ്സ് അതുപോലെ തന്നെയാണ് മെറ്റീരിയൽസ്, റോ മെറ്റീരിയൽസ്, ക്യാഷ് കുറവാണ്, അവൈലബിലിറ്റി ഉണ്ട്, റോ മെറ്റീരിയൽസ്, എക്കോണമിയാണ്, റിസ്ക് കുറവാണ് എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ അവിടെ സെലക്ട് ചെയ്തതെങ്കിൽ അതാണ് അവിടെ ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ സെലക്ടിങ് ഇൻ ദ ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് ഫ്രം നമ്പർ ഓഫ് alternatives, that's ആണ് fifth point. Now last, the implementation of the decisions. Here the alternative must be communicated to subordinate or member of the organization for its implementations. നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ് നമ്മൾ ഹോട്ടൽ ബിസിനസ് തമിഴ്നാട്ടിൽ
സ്റ്റാർട്ട് ചെയ്യുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇംപ്ലിമെൻറ്റിംഗ് ഓഫ് ദ ഡിസിഷൻസ്, ഇപ്പം മറ്റുള്ള ഇനിയിപ്പോൾ എക്സാമ്പിളല്ല, നമ്മൾ പറഞ്ഞ എക്സാമ്പിളല്ല, വേറെ എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് ഓർഗനൈസേഷനിലുണ്ടെങ്കിൽ ആ ഓർഗനൈസേഷനിലെ പ്രോബ്ലം നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു, ഡിഫൈൻ ചെയ്യുന്നു. അടുത്ത സ്റ്റെപ്പ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്നാണ് സീക്ക് ദ ഇൻഫോർമേഷൻ. അതിന് ആ ഇൻഫോർമേഷൻ നമ്മൾ സോഴ്സുകൾ എവിടെ നിന്നൊക്കെയാണ് കണ്ടെത്തുക, എന്താണ് ആ പ്രോബ്ലം, ഇപ്പോൾ മെഷീനിലുള്ള എന്തെങ്കിലും പ്രോബ്ലം ആണോ, അല്ലെങ്കിൽ എന്താണ് ഒരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുക. മെഷീൻ ഫെയിലിയർ ആണെങ്കിൽ മെഷീൻ ഫെയിലിയർ എക്സാമ്പിൾ. അപ്പോൾ മെഷീൻ ഫെയിലിയർ എന്തുകൊണ്ടാണ് മെഷീൻ ഫെയിലിയർ വന്നത്, അപ്പോൾ ഒരുപാട് കാരണങ്ങളുണ്ടാവുക. അപ്പോൾ ആ ഇൻഫോർമേഷൻ നമ്മൾ കളക്ട് ചെയ്യുന്നു. എന്നിട്ട് അതോ ഡിറ്റർമിങ് ഓഫ് ആൾട്ടർനേറ്റീവ്, ഇപ്പോൾ മെഷീൻ ഫെയിലിയർ വരാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പോൾ അതിന് ഓരോ ആൾട്ടർനേറ്റീവ്സ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുകയാണ്. അതായത് ആ ഫെയിലിയർ ഓഫ് മെഷീൻസ് ഓവർകം ചെയ്യാനുള്ള ഒരുപാട് ആൾട്ടർനേറ്റീവ്സ് എന്ന് പറയുന്നത്. ചിലപ്പോൾ അത് പ്രോബ്ലം എന്ന് പറയുന്നത് ബാഡ് വർക്കേഴ്സിൻ്റെ കെയർഫുൾ അല്ലാത്ത രീതിയിൽ മെഷീൻസ് ഹാൻഡിൽ ചെയ്യുന്നതിൽ പ്രോബ്ലം ആയിരിക്കും, അല്ലെങ്കിൽ പവർ ഫെയിലിയർ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും അതിൽ ടെക്നിക്കൽ ഇഷ്യൂസ് ആണ്, ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും. അത് നമ്മൾ ആദ്യം ഡിറ്റർമിൻ ചെയ്യുക ആൾട്ടർനേറ്റീവ് ഇന്നതാണ് എന്നുള്ളത്. എന്നിട്ട് എന്താ ചെയ്യുക, എന്തിനാ ആൾട്ടർനേറ്റീവ് സോൾവ് ദ പ്രോബ്ലംസ്. നെക്സ്റ്റ് ഇവാലുവേറ്റിംഗ് ദ ആൾട്ടർനേറ്റീവ്സ്. അപ്പോൾ ഇവാലുവേറ്റ് ചെയ്യുക ഓരോ ആൾട്ടർനേറ്റീവ്സും നമ്മൾ പ്രോബ്ലത്തിന് ആൾട്ടർനേറ്റീവ്സ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്താണ്, പ്രോബ്ലത്തിൻ്റെ ആൾട്ടർനേറ്റീവ്സ്, ഒരു ആൾട്ടർനേറ്റീവ്സ് ഇവാലുവേറ്റ് ചെയ്യുക. രണ്ടാമത്തെ ഓരോ ആൾട്ടർനേറ്റീവ്സും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എലമെൻറ്റ് ഓഫ് റിസ്ക്, എക്കണോമിക് എഫേർട്ട്, അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ്, ഇതെല്ലാം നമ്മൾ നോക്കിയതിന് ശേഷമാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക, ആൾട്ടർനേറ്റീവ്സിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളത്. അവിടെ സെലക്ട് ദ ബെസ്റ്റ് ആൾട്ടർനേറ്റീവ്സ്, അതിൽ ആ പ്രോബ്ലത്തെ കൂടുതലായിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു അത് സെലക്ട് ചെയ്യുക, ബെസ്റ്റായിട്ടുള്ള ആൾട്ടർനേറ്റീവ്സിനെ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പം എംപ്ലോയീസിന് നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുക്കുക, ടൂൾസ് കൊടുക്കുക, ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക. എംപ്ലോയീസിനെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്ത് കൊടുത്താലൊക്കെ നല്ല മെഷീൻസ് ഹാൻഡ്ലിങ് ട്രെയിനിങ് ഒക്കെ കൊടുക്കുക. അപ്പോൾ അത് സെലക്ട് ചെയ്യുക, ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ആ സെലക്ട് ചെയ്ത ആൾട്ടർനേറ്റീവ്സിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഇത്രയാണ് ഡിസിഷൻ മേക്കിങ്ങിൽ പറയാനുള്ളത്. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് സെലക്ടിങ് വൺ ആൾട്ടർനേറ്റീവ് ഫ്രം നമ്പർ ഓഫ് ആൻ ആൾട്ടർനേറ്റീവ് എന്നുള്ളതാണ്. കൺക്ലൂഡ് മൈ ടോപ്പിക് ഡിസിഷൻ മേക്കിംഗ് പറഞ്ഞു. ഇനി അതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നതാണ് ആദ്യം എന്ന് പറഞ്ഞാൽ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഐഡൻറ്റിഫൈ ചെയ്ത പ്രോബ്ലത്തിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ കളക്ട് ചെയ്തതിന് ശേഷം ഡിഫറെൻറ്റ് ആൾട്ടർനേറ്റീവ്സ് നമ്മൾ സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പിൽ നിന്ന് ആ ആൾട്ടർനേറ്റീവ്സിനെ ഇവാലുവേറ്റ് ചെയ്യുക. ആ ആൾട്ടർനേറ്റീവ്സിനെ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം ഏറ്റവും ബെസ്റ്റുള്ള സെലക്ട് ചെയ്ത് ഈ ആൾട്ടർനേറ്റീവ്സിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു.